എനിക്കിതിൽ കണ്ടിട്ട് ഞാൻ ചേച്ചി പറഞ്ഞതിനോട് ഞാൻ കുറച്ച് യോജിക്കുകയാണ്. കാരണം കണ്ടിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാണ് ഞാൻ ഇത്ര ടൈറ്റായിട്ട് ഡ്രസ്സ് എടുക്കില്ല. കാരണം ഇത്ര കോസ്റ്റ്ലി ആയിട്ട് ചേട്ടന് പറ്റുമായിരിക്കും. ഞങ്ങൾ പറ്റുന്ന അങ്ങനെയല്ല. നമ്മൾ എന്തിനാണ് നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കുന്നത്? ആ ദിവസത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് ഇടാൻ വേണ്ടി മാത്രമല്ല എന്നുള്ളത് കറക്റ്റ്. പക്ഷെ ആ ദിവസമെങ്കിലും ഇടുമ്പോൾ കൊച്ചിന് ഫിറ്റ് ആയിരിക്കണം, നല്ല രീതിയിലായിരിക്കണം. അല്ലാതെ അത് കണ്ടിട്ട് എനിക്ക് കുറച്ച് ടൈറ്റ്, അത് ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നില്ല. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു പറഞ്ഞത്. ആ ഗിഫ്റ്റ് 12 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് നന്നായിട്ട് പാക്ക് ചെയ്യായിരുന്നു. അത് അതിന് സമയം ഉണ്ടായിരുന്നു. ആ കുട്ടി മോളിട്ട് നോക്കിയിട്ട് ഇട്ട് നോക്കിയിട്ട് സമയം ഉണ്ടാവുമല്ലോ. 12 മിനിറ്റ് ഉണ്ടായിരുന്നില്ലേ? അതിട്ട് നോക്കാൻ എന്തായാലും ഒരു 5 മിനിറ്റ്. അവിടെ ശ്രദ്ധിച്ചാലറിയാം. നമ്മുടെ മാഡം ചോദിച്ചത് കഴിഞ്ഞു, സംഭവം ഞങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് കഴിഞ്ഞു, ബില്ല് ചെയ്യാൻ പോകുന്നു പറഞ്ഞപ്പോൾ കഴിഞ്ഞു എന്ന് ചോദിച്ചു. അവിടെ கொஞ்சம் തീർന്നു, നമ്മുടെ ടാസ്ക് തീർന്നു. പിന്നെ പാക്കിംഗ് ഒന്നും ഇല്ല. അതെ, അത് ചേട്ടൻ്റെ അടുത്ത് ഉണ്ടായ ഒരു ഫോൾട്ടാണ്. കഴിഞ്ഞോന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞു, ഇല്ല അത് പാക്ക് ചെയ്യാനൂടെ ഉണ്ടെന്ന് പറയാൻ. ബില്ല് ചെയ്യാൻ മാഡം അതിൻ്റെ അകത്തൊരു കാര്യം ചോദിക്കണം. ബില്ല് ചെയ്യാൻ പോകുന്നു പറയുമ്പോൾ ബില്ല് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ഈ പ്രോഗ്രാമിന്റെ ഞാനല്ല ബില്ല് ചെയ്യുന്നത്. അപ്പോൾ ബില്ല് ചെയ്യുന്നത് വേണ്ട, ബില്ല് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ല ചുമ്മാ കംപ്ലീറ്റ് അങ്ങ് അടച്ച് നമ്മളെ വിമർശിക്കരുത്. കാരണം ആ ഒരു ബില്ല് ചെയ്തോളാം പറയുമ്പോൾ ഓക്കെ ടാസ്ക് കഴിഞ്ഞോ, ഓക്കെ ബാക്കി ഞങ്ങൾ നോക്കിയോളാം എന്ന് പറയുന്നത് വേറെ യൂണിറ്റ് ആണ്. അല്ല നമ്മൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അത് ഒരു കുഞ്ഞിന് നന്നായി ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്താൽ 8 മിനിറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ മോളെന്റെ കൂട്ടത്തിലുണ്ട്. അതെ, അന്നത്തേക്ക് കൊടുക്കാനല്ലേ. നല്ലൊരു പാക്ക് ചെയ്ത് വെച്ചിരുന്നത് കുറച്ചുകൂടെ നന്നായിന്. എന്തായാലും നന്നായിട്ട് പർച്ചേസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾ ദ ബെസ്റ്റ്. സോബിൻ ചേട്ടൻ ഇച്ചിരി ദേഷ്യപ്പെട്ട് നിൽക്കാൻ തോന്നാന്ന് അല്ലേ? ഞാൻ സംസാരിക്കുന്ന ഈ രീതിയിലുള്ളൂ, പറയാമല്ലോ അല്ലേ? ആദ്യം നമുക്ക് ഇപ്പം ലാച്ചയാണ് അല്ലെങ്കിൽ ചുരിദാറാണ് വാങ്ങിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ ടോയ്സിന്റെ ഷോപ്പിലോട്ട് പോകാതെ നേരെ ലാച്ച പുറത്തു നോക്കിയാൽ ഈ ഇതൊക്കെ അവിടെയും കിടപ്പുണ്ട്. പക്ഷെ സൈസ് ഇല്ല. ആദ്യം സെലക്ഷൻ നടത്തിയായിരുന്നു. അവിടെ ആദ്യം ഷോപ്പിൽ പോയി സെലക്ട് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? അവിടെ എല്ലാം ബിലോ 3 ഇയേഴ്സ് ആണ്. ചെയ്തതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത്രയും കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാമായിരുന്നു. പക്ഷെ ഞാൻ ഷോപ്പിംഗ് നടത്തിയാൽ ഇത്രയും തന്നെ വിജയിക്കുമോ മിനിറ്റ്സിനുള്ളിലൊന്നും അത് കഴിഞ്ഞു പോയാൽ നമ്മുടെ ടാസ്ക് ഫെയിൽ ആയി. നന്നായിട്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു. നിത പറഞ്ഞ ബഡ്ജറ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സോബിൻ ആ ടാസ്ക് ചെയ്ത് തീർത്തു. അത് നല്ല കാര്യം. പിന്നെ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, സോബിനി നമ്മളാരും നമ്മുടെ മകൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു കൊട നമ്മളാരും പ്രിഫർ ചെയ്യില്ല. അതിനുള്ള എക്സ്പ്ലനേഷൻ തരാമോ? അതെന്ന് പറഞ്ഞാൽ ക്യാപ്പ് ചോദിച്ചു, ക്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു പപ്പ എനിക്കൊരു കൊട മതി എന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞ ഒരു ടോയ് സെലക്ട് ചെയ്യാമായിരുന്നു. അത് എപ്പോഴും പിള്ളേർക്ക് ഇഷ്ടമുള്ളതാ. അത് ഒരിക്കലും പിള്ളേർ വേറെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ മോളുടെ രീതിയിൽ അവൾക്ക് ടോയ്സിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഡ്രസ്സിനോടാണ്. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഡ്രസ്സിന്റെ കൂടെ ഒരു ടോയ് സെലക്ട് ചെയ്യായിരുന്നു. ഈ വാട്ടർ ബോട്ടിൽ, കൊട, ക്യാപ്പ്, അതിലേക്കൊന്നും പോവാതെ കുറച്ചുകൂടി ബഡ്ജറ്റ് ഉണ്ടായിരുന്നല്ലോ. 1300 ആയുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിന്റെ ഇഷ്ടം കൂടെ നമ്മൾ നോക്കണ്ടേ. ഒരു ബർത്ത്ഡേക്ക് പപ്പ എനിക്ക് വാട്ടർ ബോട്ടിൽ, നിസാര ഒരു വാട്ടർ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്നത് എന്താ കുഴപ്പം? അല്ല, ഞാൻ പറയണ ടോയ്സ് ഇഷ്ടപ്പെടാത്ത കുട്ടികളില്ലേ, കൊട പ്രിഫർ ചെയ്യാതെ ഒരു ടോയിലേക്ക് പോകാൻ. ടോയ്സ് ഇഷ്ടപ്പെടില്ല എന്ന് തന്നെ പറയാം എൻ്റെ കൊച്ചു. കാരണം മേടിച്ചു വെച്ചിരിക്കുന്ന അവിടെ തന്നെ ഇരിപ്പുണ്ട്. കാരണം പ്രത്യേകിച്ച് അവളൊരു പെൺകൊച്ചായതുകൊണ്ട് കൂടുതലും ഇപ്പോഴേ ക്രേസ് ഡ്രസ്സിനോടാണ്. അത് തന്നെയാണല്ലോ അവള് തന്നെ പറഞ്ഞത്. അപ്പൊ എനിക്ക് അത് മതി ഇത് മതി എന്നൊക്കെ അവള് തന്നെയല്ലേ പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, നേരത്തെ അവരൊക്കെ പറഞ്ഞ പോലെ ആ ഉടുപ്പ് കണ്ടപ്പോൾ കുറച്ച് ചെറുതായി പോയെന്ന് എനിക്കും തോന്നി. അതിന്റെ ജസ്റ്റ് മുകളിലുള്ള സൈസ് എടുത്താൽ ഒട്ടും വരില്ല, ഇറക്കം കുറച്ചുകൂടെ കിട്ടിയാണ്. ഇതിപ്പോ കയറ്റി ഇടുമ്പോൾ ലെങ്ത് കുറവ് പോലെ കാണുമ്പോൾ തോന്നുന്നു. രണ്ടും. ശരി, അപ്പൊ ഒന്ന് എഴുന്നേറ്റ് വെച്ച് നോക്കാം. ഞാൻ 10 വട്ടം നോക്കിയതാ. വീഴല്ലേ? ഓക്കേ, ഇതാണ് നമ്മളുടെ ബ്യൂട്ടി. ഇതില് ഇപ്പോ നമ്മുടെ ഈ പ്രസന്റ് കണ്ടീഷനിൽ ഇടാൻ പറ്റുന്ന ഉടുപ്പാണ് ഞാൻ മേടിച്ചത്. ഫ്യൂച്ചറിലേക്ക് നീ ഇത്ര വലുത് മേടിച്ചിട്ട് ഈ ബർത്ത്ഡേക്ക് എന്തിടാനാണ്? ഓക്കെ, അല്ല എനിക്ക് എന്റെ അഭിപ്രായമാണ്. അത് കുറച്ച് ചെറുതായിട്ട് ഇട്ട് കാണും.